ഹായ് ഓൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമയോ ബിടെക്കോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന PSCയുടെ ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് മെക്കാനിക്കലുകാർക്ക് മാത്രമല്ല, സിവിലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും എല്ലാം ഉള്ള എക്സാമാണ്. പക്ഷേ സിലബസ് എല്ലാ ബ്രാഞ്ചിനും എന്താണ് വ്യത്യാസമാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മെക്കാനിക്കലിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സിലബസും അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ആദ്യം തന്നെ പറയുകയാണ്, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ പോളിടെക്നിക്കുകളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിട്ട്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എന്ത്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരാണ് എന്ത്, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഡിപ്ലോമ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ബിടെക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക് മെക്കാനിക്കൽ തന്നെ ആയിരിക്കണം. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് ലോവർ എൻട്രീസ് പറയുകയാണ് എന്ന് വെച്ചാൽ ITI NAC ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ITI സർട്ടിഫിക്കറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ അത് നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി നോക്കിയേ, ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ്. അതേപോലെ തന്നെ OBC SC ST കാറ്റഗറീസിനൊക്കെ ഒരു റിലാക്സേഷനും PSC നൽകുന്നുണ്ട്. ഇനി സാലറി എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് സാലറിയാണ്. 41,300 തൊട്ട് 87,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ 2022 നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66.67 ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്ന് വെച്ചാല് നമ്മുടെ 2022 നടന്ന എക്സാമിനെ വെച്ച് ഡീറ്റെയിൽസ് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് പറയുന്നത് ഡിസംബർ 31, 2022 നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കൃത്യം ഒരു മാസം എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 അപ്പൊ നമുക്ക് നോക്കിയേ, ഈ 2022 നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നത് 2022 ഡിസംബർ 31 കൃത്യം ഒരു മാസം അവർ തന്നു, ഫെബ്രുവരി 1 2023 അത്രയും സമയം നമുക്ക് എന്ത് ഉണ്ടായിരുന്നു, അപ്ലൈ ചെയ്യാനായിട്ട് സമയം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കിയേ, എക്സാം അറ്റൻഡ് ചെയ്തത് 10,000 പേര് അറ്റൻഡ് ചെയ്തല്ലേ, 10,000 പേര് അറ്റൻഡ് ചെയ്തു. എത്ര പേര് അപ്ലൈ ചെയ്തു, 14,000 പേര് അപ്ലൈ ചെയ്തു. ഓക്കെ, എന്തായാലും എല്ലാ ടെക്നിക്കൽ എക്സാമിന്റെ ഒരു പ്രത്യേകതയാണ് 10,000 പേര് എന്തായാലും എക്സാം എഴുതും. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ എക്സാം ഡേറ്റ് എന്നായിരുന്നു, ജൂൺ 9 ആയിരുന്നു എക്സാം. അപ്പൊ നോക്കിയേ, ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 1 കഴിഞ്ഞു. എക്സാം എന്നാ നടന്നത്, ജൂണിൽ നടന്നല്ലേ. കൃത്യം 6 മാസം ഒരു സമയം തന്നു പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പോരാ, നമ്മൾ പഠിക്കുന്ന എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോർഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നോക്കിയേ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാ 23/7/2024 വന്നു. നമുക്കറിയാം 3 വർഷമാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കൃത്യം എന്തുണ്ട്, 3 വർഷം 2027 ആകുമ്പോൾ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. ഇനി അതിന്റെ അഡ്വൈസുകളുടെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഇന്നേ ദിവസം വരെ 121 അഡ്വൈസ് പോയിട്ടുണ്ടല്ലോ. അപ്പൊ നല്ല രീതിയിൽ വേക്കൻസീസ് ഫിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, ലാസ്റ്റ് അഡ്വൈസ് പോയ എന്നാണ്, ഈ വർഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 24 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ വാലിഡിറ്റി 2027 വരെ ഉണ്ട്. നമുക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് വാലിഡിറ്റി കഴിയുന്നതിന് ഒരു 6 മാസം മുന്നേ അവർ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഇറക്കും, എക്സാമിന്റെ കാര്യങ്ങളെല്ലാം നോക്കുമല്ലേ. അപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ബിടെക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. 10 യൂണിറ്റ് ആണുള്ളത്, 10 മൊഡ്യൂൾ ആണുള്ളത്. ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ
ഓരോ യൂണിറ്റിലും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. എല്ലാ മൊഡ്യൂളിലും ഈക്വൽ വെയിറ്റേജ് ആണ് ഉള്ളത്. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മൾ ബിടെക് ആയാലും ഡിപ്ലോമയ്ക്കായാലും തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്തുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഡെൻസിറ്റി, വിസ്കോസിറ്റി പോലുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, പിന്നെ പ്രഷർ മെഷർമെന്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, പാസ്കൽസ് ലോ, ബാരോമീറ്റർ, U2 മാനോമീറ്റർ ഒക്കെ പഠിക്കുന്നത്. അതുപോലെ ബോയൻസി, ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, സ്റ്റഡി ആൻഡ് സ്റ്റഡി, ആ ടൈപ്പ് ഫ്ലോസ് എല്ലാം, ബെർണോളിസ് ഇക്വേഷൻ ആൻഡ് അസംഷൻസും കാര്യങ്ങളും ഒക്കെ. അതുപോലെ ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാ, വെഞ്ചുറിമീറ്റർ, ഓർഫേസ് മീറ്റർ, ആ കാര്യങ്ങളൊക്കെ. ലോസസ് ഇൻ പൈപ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, മേജർ ലോസ്, നമ്മൾ പഠിച്ചിട്ടില്ലേ, മേജർ ലോസ്, മൈനർ ലോസ്, അതുപോലെ ചെസീസ് ഫോർമുല, അതൊക്കെയാണ് എന്ത്, ലോസസ് ഇൻ പൈപ്സിൽ വരുന്നത്. അപ്പൊ 10 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1ന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്ത്, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോളിക് മെഷീന്റെ വേറെ പേര് എന്താ, ഫ്ലൂയിഡ് പവർ മെഷീൻസ് നമ്മൾ പറയാറില്ലേ. അവിടെ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്, ടർബൈൻസ്, അത് തന്നെ റിയാക്ഷൻ ടർബൈൻ ആയ അപ്പൊ നമുക്ക് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്താണ്, മൊഡ്യൂൾ 1ന്റെ ഒരു ബാക്കിയാണ് അല്ലെ. അപ്പം മൊഡ്യൂൾ 1 ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബാക്കി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ടൊരു മൊഡ്യൂൾ ആയിരിക്കില്ലേ. അപ്പൊ എന്താ, ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടർബൈൻസ് പഠിക്കാനുണ്ട്, പമ്പ്സ് പഠിക്കാനുണ്ട്. ഈ 2 കാര്യങ്ങളും മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതിന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ടാണ് എന്ത് വരുന്നത്, ക്യാവിറ്റേഷനും ജെറ്റ് ഇമ്പാക്റ്റും അതേപോലെ ടർബൈൻ എഫിഷ്യൻസി ഇത് വരുന്നത് അല്ലെ. അപ്പൊ ടർബൈൻസിനകത്ത് നമുക്ക് പഠിക്കാം, നമുക്കറിയാം ഇമ്പൾസ് ടർബൈൻ ഉണ്ട്, റിയാക്ഷൻ ടർബൈൻ ഉണ്ട്, നമുക്കറിയാം. അപ്പം പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. ബാക്കി ഫ്രാൻസിസും കപ്ലാനും എന്താ, റിയാക്ഷൻ ടർബൈൻ അല്ലേ. അതെല്ലാം പഠിക്കണം. ഇനി പമ്പിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ 2 ടൈപ്പ് പമ്പ് മെയിൻ ആയിട്ട് പഠിക്കണം. ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പും ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പും. അതേപോലെ തന്നെ ടർബൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പാക്ട് ഓഫ് ജെറ്റ് അല്ലെങ്കിൽ ജെറ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്താ, ഒരു ജെറ്റ് വന്ന് ഒരു പ്ലേറ്റിൽ ഇടിക്കുന്നു, ആ പ്ലേറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ ഒരു കണ്ടീഷൻ, മൂവിങ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് മൊഡ്യൂളാണ് തെർമോഡൈനാമിക്സ് അല്ലേ. ഇത് നമ്മൾ സെമസ്റ്റർ 3ലും 4ലും ആയിട്ടാണ് ഡിപ്ലോമയിലും ബിടെക്കിലും നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇത് ഇത്രയും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. അത് കഴിഞ്ഞിട്ട് തെർമോഡൈനാമിക് പ്രോസസ് എന്തൊക്കെയാ, ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്, അങ്ങനെയുള്ള പ്രോസസ്സുകളും അതിന്റെ ഇക്വേഷൻസും ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ വരാറുണ്ട്. അതുപോലെ ഗ്യാസ് ലോസ്, ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ, അതൊക്കെ നമുക്ക് പഠിക്കണം. ഇനി എൻട്രോപ്പി, എൻതാൽപ്പി എന്ന് വെച്ചാൽ നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ടേമാണ് എന്ത്, എൻട്രോപ്പി എന്ന് പറയുന്നത്. അതുപോലെ എൻതാൽപ്പി ഉണ്ട്. ഇത് രണ്ടുമുള്ള ഡിഫറൻസും എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഇനിയും നമുക്ക് പഠിക്കുന്ന ഒരു മെയിൻ പോർഷൻ ആണ് എന്ത്, എയർ സൈക്കിൾസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ എയർ സൈക്കിൾസിന് എക്സാമ്പിൾസ് ആണ് എന്ത്, കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. അതിന്റെ എല്ലാ ഇക്വേഷൻസും എഫിഷ്യൻസി എന്താണ്, ആ എഫിഷ്യൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, PV ഡയഗ്രാം, TS ഡയഗ്രാം, അതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ എഫിഷ്യൻസീസ്. ഓക്കെ, ഈ സൈക്കിൾസിന്റെ എല്ലാം എന്താണ്, എഫിഷ്യൻസി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഈ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3യുമായിട്ട് കണക്ട് ആയ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. തെർമൽ എഞ്ചിനീയറിംഗും പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ഫ്യൂവൽസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളും ഡീസലും ഫ്യൂവൽസ്, അതിന്റെ കമ്പസ്റ്റൻ എങ്ങനെ കത്തുമ്പോൾ എന്തൊക്കെ ഗ്യാസസ് വെളിയിൽ വരുന്നു. അതുപോലെ സ്റ്റീം ജനറേഷൻ, ബോയിലേഴ്സ് വഴി എങ്ങനെ സ്റ്റീം ജനറേറ്റ് ചെയ്യാം. അതുപോലെ ബോയിലേഴ്സും ടർബൈൻസിന്റെ ഒരു കമ്പാരിസൺ വർക്കിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ റാങ്കൈൻ സൈക്കിളും ബ്രൈറ്റൺ സൈക്കിളും എന്ന് വെച്ചാൽ നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കിൾസ് ആണ് എന്ത്, റാങ്കൈൻ സൈക്കിളും ബ്രൈറ്റൺ സൈക്കിളും. ബ്രൈറ്റൺ സൈക്കിളിന് വേറെ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജൂൾ സൈക്കിൾ, അതൊക്കെ പഠിക്കണം. സ്റ്റീം നോസിൽസ്, വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള സ്റ്റീം നോസിൽസ്. അതുപോലെ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും എവിടെയുണ്ട്, സ്റ്റീം ടർബൈൻസിനകത്തും എന്തുണ്ട്, ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും ഉണ്ട്. അത് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1 to 4 എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ആണ്. ഫിസിക്സ് നല്ലതുപോലെ അറിയാവുന്ന ഒരാൾക്ക്, നമ്മൾ +2 ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് അല്ലെ, ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഹൂക്സ് ലോ പഠിക്കണം. അതുപോലെ തന്നെ ബീംസ് നമുക്കറിയാം, കാന്റിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, അതിന്റെ ബീംസും അതിനകത്തുള്ള ലോഡ്സ് ഏതൊക്കെയാണ്,
പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്, അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും നമ്മൾ ബീംസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള 2 ടേംസ് ആണ് എന്ത്, ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും എന്ന് പറയുന്നത്. അതിന്റെ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. ഇനി നോക്കിയാൽ ടോർഷൻ എന്ന് വെച്ചാൽ എന്താ, ഷിയർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ ടോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോർഷൻ ഇക്വേഷൻ പഠിക്കണം. അതുപോലെ കോളംസും സിലിണ്ടേഴ്സും പഠിക്കണം. ഹൂപ്പ് സ്ട്രെസ് പഠിക്കാനുണ്ട്. മോർ സർക്കിളും പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഇതെന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 6 നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു തിയറി വരുന്ന മൊഡ്യൂളാണ് എന്ത്, മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് പറയാം മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് എന്ത്, മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽസും അലോയ്സും. ഓക്കെ, മെറ്റൽസും അലോയ്സും. ഇനി ഏതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട്, ഏതൊക്കെ അനീലിങ്, നോർമലൈസിങ്, കാർബറൈസിങ്, അങ്ങനെയൊക്കെയുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ. അതുപോലെ സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ കേസ് ഹാർഡനിങ് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. സ്റ്റീലും പ്ലാസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സ്റ്റീലിന്റെ ടൈപ്സ്, പ്ലാസ്റ്റിക്കിന്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ മോഡേൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഷേപ്പ് മെമ്മറി അലോയ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പൊ മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പ്യുവർലി തിയറി ബേസ്ഡ് മൊഡ്യൂൾ ആണ്. ഈ മൊഡ്യൂൾ 7 നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്, ഒരു തിയറി ബേസ്ഡ് മൊഡ്യൂൾ ആണ്. പക്ഷേ കംപ്ലീറ്റ് മെറ്റീരിയൽ സയൻസ് അല്ല. ഇവിടെ നമുക്ക് വരുന്നത് മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനുമാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയേ, കാർപ്പൻട്രി, ഫിറ്റിങ്, വെൽഡിങ്, ഫൗണ്ടറി. നമുക്ക് മെക്കാനിക്കൽ നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 4 സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അവിടെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. ഇനി മെഷീൻ ടൂൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, ഷേപ്പർ, മില്ലിംഗ് മെഷീൻ, അങ്ങനെയൊക്കെയുള്ള മെഷീൻ ടൂൾസിന്റെ വർക്കിംഗ്, അവിടെ എന്തൊക്കെ ടൂൾ യൂസ് ചെയ്യുന്നു, അവിടെ ആ ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. നോക്കിയേ, ലേത്ത്, ഡ്രില്ലിങ്, മില്ലിങ്, ഷേപ്പിംഗ്, ഇതെങ്ങനെ ചെയ്യുന്നു, എന്ത് ടൈപ്പ് ടൂളാണ് യൂസ് ചെയ്യുന്നത്, ഇനിയും അതിലൊക്കെ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾസ് എന്തൊക്കെയാണ്, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഇനിയും കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്. ഈ 3 ടേംസ് എന്ന് പറയുന്നത് എന്താണ്, കട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഇത് 3 കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ടൂളിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് മൊഡ്യൂൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മെക്കാനിക്കലിൽ വന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി മൊഡ്യൂൾ 8 നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലും സെക്കൻഡ് സെമിസ്റ്ററിലും ഒക്കെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതുപോലെ നമ്മൾ പിന്നെ പഠിക്കുന്ന മെഷീൻ ഡിസൈന്, അങ്ങനെയൊക്കെയുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രോയിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ മെത്തേഡ്സ് അല്ലെ, ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ കോണിക് സെക്ഷൻസ് അല്ലെ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, അതൊക്കെ പഠിക്കണം. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് എന്ന് വെച്ചാൽ കോണിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട്. ഇനി ഐസോമെട്രിക് ഡ്രോയിങ് നമുക്ക് അറിയാം അല്ലെ, ഐസോമെട്രിക് ഡ്രോയിങ്. ഇനിയും ജോയിന്റ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ് എന്ന് വെച്ചാൽ എന്താ, റിവറ്റഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ്, അതിന്റെയൊക്കെ ഡിസൈനും ഡ്രോയിങ്ങും പഠിക്കണം. ഇനി ബെൽറ്റ്, ഗിയർ, ചെയിൻ, ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പവർ, ബെൽറ്റ്, ഗിയർ, ചെയിൻ എന്നൊക്കെ വെച്ചാൽ എന്താ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് ആണല്ലേ. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബെൽറ്റിന്റെ സ്ലിപ്പുകൾ, ഗിയർ ട്രെയിൻസ്, ചെയിൻസ്, എല്ലാം ഇത് ഈ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ എന്താ, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഐസോമെട്രിക് ഡ്രോയിങ് വരെ എന്താ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും, ബാക്കിയുള്ള ഈ ജോയിൻസ് ആൻഡ് ഫാസ്റ്റനേഴ്സ്, ബെൽറ്റ്, ഗിയർ, ചെയിൻ ഡ്രൈവ് എന്ന് വെച്ചാൽ എന്താ, മെഷീൻ ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് മെഷർമെന്റ്സ് നമ്മൾ പഠിക്കുന്നതാ. ഓക്കെ, ഇനി മൊഡ്യൂൾ 9 ആണെങ്കിൽ ഓട്ടോമൊബൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 9 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പകുതി വരെ പഠിക്കുന്ന ഓട്ടോമൊബൈൽ തന്നെയാണ് അല്ലെ. IC എഞ്ചിൻസ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ള, SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ, CI എഞ്ചിൻ എന്താ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, അതൊക്കെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ആണ് തന്നെയാണ് പറയുന്നത്. ഇനി നോക്കിംഗ് ആൻഡ് ഡിറ്റോണേഷൻ, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഉണ്ടാകുന്ന നോക്കിങ്ങും ഡിറ്റോണേഷനും അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലേ, എവിടെ ഉണ്ടാകുന്നത്, പെട്രോൾ എഞ്ചിനാണോ ഇഞ്ചെക്ട് ചെയ്യുക, അല്ല ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആദ്യത്തെ ഒരു 3 ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി 2 എന്ന് വെച്ചാൽ എന്താ, ബോയിലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബോയിലേഴ്സ് നമുക്ക് എവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് പഠിക്കുന്ന നോക്കിയാൽ ബോയിലറിന്റെ ആക്സസറീസ് പഠിക്കാനുണ്ട്. ഇനിയും അത് നമുക്ക് പല ടൈപ്പ് ബോയിലേഴ്സ് ഉണ്ട്, കൊഹറാൻ ബോയിലർ, ബാബ്കോക്ക് ബോയിലർ, ബെൻസൺ ബോയിലർ, അതൊക്കെ നമുക്ക് എന്താ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്,
അവിടെ ഉപയോഗിക്കുന്ന ബോയിലർ ആക്സസറീസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 4 നമ്മൾ പഠിച്ചില്ലേ, തെർമൽ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, ഹീറ്റ് ട്രാൻസ്ഫറും റെഫ്രിജറേഷനും. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, എന്താ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, അതിന്റെ ഗവേണിംഗ് ലോസ് എന്തൊക്കെയാണ്. ഇനി ഫോറിയർ ലോയും ന്യൂട്ടൺ ലോയും, കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് ഫോറിയർ ലോ എന്ന് പറയുന്നത്, കൺവെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻ ലോ ഏതാ, സ്റ്റീഫൻ ബോൾട്ട്മാൻസ് ലോ. അപ്പൊ ഇങ്ങനെയുള്ള ലോകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഇക്വേഷൻ പഠിക്കണം. അതുപോലെ റെഫ്രിജറേഷന്റെ ബേസിക്സ്. റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒരു സ്പേസിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക, ആ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, റെഫ്രിജറേഷൻ ബേസിക്സ് എന്ന് പറയുന്നത്. COP എന്താണെന്നൊക്കെ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. COP ആൻഡ് റെഫ്രിജറൻസ് നമുക്കറിയാം, R12, R22, അമോണിയ, അങ്ങനെയൊക്കെയുള്ള റെഫ്രിജറൻസ് എന്തൊക്കെയാണ്, അത് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സൈക്രോമെട്രി എന്ന് വെച്ചാൽ എന്താ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അങ്ങനെയൊക്കെയുള്ള ടേംസ് ഒക്കെയാണ്, അല്ലെങ്കിൽ സൈക്രോമെട്രിക് ചാർട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമോഡൈനാമിക്സ്, തെർമൽ ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ, IC എഞ്ചിൻസ് ആൻഡ് ബോയിലേഴ്സ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ. ഈ 10 മൊഡ്യൂൾസിലെ ബേസിക് പോർഷൻസ് ഞാൻ പറഞ്ഞു. ബേസിക്സിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാർക്സ് നോക്കുകയാണെങ്കിൽ നോക്കിയേ, എല്ലാ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചാണ്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ മെക്കാനിക്കൽ അല്ലാതെ വേറൊന്നും നമ്മൾ പഠിക്കേണ്ട, മാത്സ് ഇല്ല, GK ഇല്ല, കറണ്ട് അഫയേഴ്സ് ഇല്ല, അല്ലാതെയുള്ള വേറെ മെക്കാനിക്കലി നല്ലാതെ വേറെ ഒരു പോർഷൻ നമുക്ക് എന്തില്ല, സിലബസിൽ തന്നെ ഇല്ല. അപ്പൊ 10 മാർക്കാണ് എല്ലാത്തിനുള്ള, 100 മാർക്കിന്റെ എക്സാം ആണ്. നമുക്കൊരു സാധാ PSC പോലെ തന്നെ കറക്റ്റ് ആൻസറിന് 1 മാർക്കും, ഇൻകറക്റ്റ് ആൻസറിന് 0.33 ഒരു മൈനസ് മാർക്കിംഗ് ഉണ്ടായിരിക്കും, സാധാ PSC എക്സാം പോലെ തന്നെ. ഇനി നോക്കിയേ, ഹൈ റിട്ടേൺ ടോപ്പിക്സ് എന്ന് വെച്ചാൽ എന്താ, കുറച്ച് സമയത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് മാക്സിമം മാർക്ക് നമുക്ക് കിട്ടാവുന്ന കുറച്ച് പോർഷൻ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്തുള്ള സ്ട്രെസ്, സ്ട്രെയിന്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ടോർഷൻ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മെഷീൻ ടൂൾസും വർക്ക്ഷോപ്പും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിപ്ലോമ BTECിലൊക്കെ പഠിക്കുന്നവര്, അല്ലെങ്കിൽ പഠിച്ചവര് നമ്മൾ ലാബിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു പോർഷനിൽ അറിയായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന പോർഷനാണ് ഈ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി ബോയിലേഴ്സും IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വിട്ടുകളയാൻ പറ്റാത്ത പോർഷനാണ്, ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് PSC എക്സാമിന് ചോദിക്കുന്നതാണ്. മെക്കാനിക്കലിന്റെ ഏത് PSC നോക്കിയാലും നമുക്ക് ബോയിലേഴ്സിനകത്തും IC എഞ്ചിനകത്തും ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. ഇനി തെർമോഡൈനാമിക് സൈക്കിൾ ആണെങ്കിൽ ഫോർമുല ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ലോസ് നോക്കുവാണെങ്കിലോ ഡയറക്റ്റ് തിയറി നമുക്ക് കിട്ടും, അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് വിട്ട് കളയാൻ പറ്റാത്തതാണ് എന്ത്, ഹീറ്റ് ട്രാൻസ്ഫർ ലോസ് എന്ന് പറയുന്നത്. ഇനി അതിനെക്കാട്ടി എളുപ്പമുള്ള ചെറിയൊരു സിലബസ് ആണ് എന്ത്, റെഫ്രിജറേഷനും COP എന്ന് വെച്ചാൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരികയും COP കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഇനിയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണെല്ലോ, നമ്മൾ കുറെ S1ലും S2ലും S3ലും S4ലും ഒക്കെ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുന്ന, അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പൊ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. ഇത്രയും പോർഷൻ നമുക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ സ്കിപ്പ് ചെയ്യണം എന്നല്ല, ഇത്രയും പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റേജ് കൂടുതൽ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പോർഷനും കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മെക്കാനിക്കലിന്റെ കാര്യം മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ് എല്ലാ ബ്രാഞ്ചുകാർക്കും എന്താണ് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ എക്സാം PSC വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, CCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. PSC എക്സാമിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ നോക്കിയ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസ്, PYQ ഡിസ്കഷൻ എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. താങ്ക്